അല്ല, അയാൾക്ക് വെച്ചുണ്ടാക്കി കൊടുത്തിട്ടേ നിനക്ക് എന്ത് കിട്ടാനാ? വെറുതെ നീ നിന്റെ ജീവിതം തൊലച്ചു കളയാ ചെയ്യുന്നത്. ആ, നിന്നെ കാണാനൊക്കെ നല്ലതാ. നിന്റെ പോരായ്മകളൊക്കെ അംഗീകരിച്ച് നിന്നെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്താൻ നിനക്ക് കഴിയും. എന്നിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നേ? ഇതിലൊപ്പിട്ട് കൊടുത്താലേ നിനക്ക് നിന്റെ വഴിക്ക് പോവാം, വിശാലിന്റെ വഴിക്കും പോവാം. നിന്റെ ഒറ്റ ഒപ്പിന്റെ പുറത്താണ് രണ്ടുപേരുടെയും ഭാവി തീരുമാനിക്കപ്പെടുന്നത്. സ്നേഹത്തോടെ പറഞ്ഞ നിന്റെ തലയിൽ കേറില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നിന്നെ ഈ വീട്ടിലിട്ട് നരകിപ്പിക്കാൻ പോവാ ഞാൻ. കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റം എത്തുമ്പോഴേ എനിക്ക് വയ്യേന്ന് പറഞ്ഞ് നീ അങ്ങ് ഓടിപ്പൊയ്ക്കോളും. ഇവിടെ ക്ലീൻ ചെയ്. ആ, എവിടെ പോന്നു? തുടക്കാനുള്ളത് എടുത്തിട്ട് വരാം. ആഹാ, മോപ്പോണ്ടല്ല, നിന്റെ കൈകൊണ്ട് ഈ കപ്പിന്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കി കളഞ്ഞിട്ടേ. വിശാൽ ഇടയ്ക്കിടയ്ക്ക് അവന്റെ മരിച്ചുപോയ അമ്മയെ ഓർക്കുന്നു. ഇത്രയും കാലം പാർവതി കാണുമ്പോൾ മുഖം തിരിഞ്ഞു നിന്നവൻ ഇപ്പൊ അവളോട് അനുകമ്പയോട് സ്നേഹത്തോടെയും പെരുമാറുന്നു. രണ്ടുപേരും മറയില്ലാതെ ഇടപഴകുന്നു. അവന്റെ ജീവിതത്തിൽ ചേച്ചിക്ക് സ്ഥാനമില്ലാതായിക്കൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷണങ്ങളാ അത്. വിശാലിന്റെ ജീവിതത്തില് എനിക്ക് സ്ഥാനമില്ലാതാവുന്നുവെന്നോ? അറം പറ്റുന്നൊന്നും പറയല്ലേ പ്രതാപ. അവൻ എന്നെ തള്ളി പറഞ്ഞ ഇത്രയും കാലത്തെ എന്റെ ജീവിതത്തിന് തന്നെ അർത്ഥമില്ലാതെയായിപ്പോവും. കഷ്ടപ്പെട്ട് ഞാൻ അവനെ ഇത്രയാക്കിയത് ഗോപിയേട്ടന്റെ സ്വത്തും മുതലും കണ്ടിട്ട് തന്നെയാ. അത് എവിടുന്നോ വന്ന ഒരു പെണ്ണ് അനുഭവിക്കാന്ന് പറഞ്ഞ? ഞാൻ എന്റെ ഒരു തോന്നൽ പറഞ്ഞതേ ഉള്ളൂ. അത് കേട്ട് ചേച്ചി പേടിക്കൊന്നും വേണ്ട. ചേച്ചി ഒരു മുൻകരുതലെടുത്താ മതി. അങ്കിളിന്റെ തോന്നൽ പറഞ്ഞതാണെങ്കിലും അതങ്ങനെ തള്ളിക്കളയണ്ട ആന്റി. വിശാലും പാർവതിയും പതിവില്ലാത്ത വിധം അടുത്തിടപഴകുന്നുണ്ടെങ്കിൽ അത് ആന്റി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ സൂചന തന്നെയാ. അവരെ കൂടുതൽ അടുക്കാൻ സമ്മതിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പോംവഴി. ഞാൻ എന്ത് ചെയ്യണമെന്നാ ജാസ്മിൻ പറഞ്ഞു വരുന്നത്? അവർക്കിടയിലേക്ക് ഇടിച്ചു കയറി ചെല്ലണം. രണ്ടുപേർക്കും മധ്യത്തിൽ ഒരു മതില് പോലെ നിൽക്കണം. ആന്റിയെ മറികടന്ന് അവർക്ക് പരസ്പരം സംസാരിക്കാൻ പോലും കഴിയരുത്. ഈ അമ്മയുടെ സ്നേഹം കുറഞ്ഞു പോയെന്ന് നിനക്കിപ്പോ തോന്നുന്നുണ്ടോ? അമ്മ എന്താ അങ്ങനെ ചോദിച്ചത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ മനസ്സിലിപ്പോ ഞാനില്ല വിശാൽ, ഗായത്രിയേ ഉള്ളൂ. അത് നിന്റെ കുറ്റമല്ല. ഓരോരോ കള്ളക്കഥകൾ പറഞ്ഞ് നിന്നെ വിശ്വസിപ്പിച്ചിരിക്കല്ലേ ആ പാർവതി. എന്ത് കൈവശം തന്നാ അവള് നിന്നെ മയക്കിയെടുക്കുന്നുവെന്നാ ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് അവള് ഒരു കൈവശവും തന്നിട്ടില്ല. കണ്ടില്ലേ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? നിന്റെ സ്വഭാവം ഇങ്ങനെ മാറിപ്പോവെന്ന് ഞാൻ കരുതിയതേ ഇല്ല വിശാൽ. അത് അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. എന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും. നീ ഈ പറയുന്നത് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷനിൽ നീ ഒപ്പിടണം. അമ്മയ്ക്ക് വാക്കുതാ, നിനക്കൊരു മാറ്റവും ഇല്ലെന്നും പാർവതിയുമായുള്ള ബന്ധം പിരിയാൻ നിനക്ക് സമ്മതമാണെന്നും. ഞാൻ ആവശ്യപ്പെടുന്നത് പോലെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാൻ സമ്മതമാണെന്നും നീ എനിക്ക് വാക്കുതാ വിശാൽ.
ഒപ്പിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമാവും. ഞാൻ ഒപ്പിട്ടാൽ അമ്മയും അങ്കിളും ഒക്കെ പാർവതിക്ക് നേരെ തിരിയും. ജീവൻ പോയാലും പാർവതി ഒപ്പിടുകയില്ല. നീ എന്താ ആലോചിക്കുന്നേ? അതിലൊരു ഒപ്പിടാൻ നിനക്ക് ഇത്രയേറെ ആലോചിക്കണം അല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്, അമ്മയുടെ വാക്കിനൊന്നും നീ ഇപ്പൊ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന്. അതുകൊണ്ടൊന്നും അല്ലമ്മേ, ഒപ്പിടാൻ എനിക്ക് സമ്മതം തന്നെയാ. ഞാൻ ആദ്യം ഒപ്പിട്ടാൽ എല്ലാരും എന്നെ കുറ്റം പറയും. അതുകൊണ്ട് പാർവതി ഒപ്പിട്ട ശേഷം ഞാൻ ഒപ്പിടാം. അവളെ ഒന്നിനും കൊള്ളില്ലെന്ന് ജാസ്മിൻ തന്നെ അവളെ മനസ്സിലാക്കി കൊടുക്കണം. വിശാലിനോട് അവൾക്ക് വലിയ സ്നേഹമാണ്. സ്നേഹമല്ല, പ്രേമം. ജാസ്മിനെ പോലെ വിദ്യാഭ്യാസവും സൗന്ദര്യവും മോഡേൺ ഔട്ട്ലുക്കും കാശും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയെയാണ് വിശാലിന് വേണ്ടതെന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ജാസ്മിന് കഴിഞ്ഞാൽ വിശാലിന്റെ നല്ലതിനു വേണ്ടി അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അവൾ തയ്യാറാവും. എന്താ ഇത്ര ഉറപ്പ്? വിശാലിന് വേണ്ടി സ്വന്തം ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായവളാ. അവന് വേണ്ടി അവൾ എന്ത് ത്യാഗം ചെയ്യും? ഹസ്ബൻഡിന് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയേക്കാം, പക്ഷേ ഭർത്താവിനെ വിട്ടുകൊടുക്കില്ല ഒരു പെണ്ണും. ഞാൻ പറഞ്ഞത് ശരിയല്ല ആന്റി? അങ്ങനെയല്ല മോളെ, പ്രതാപൻ പറഞ്ഞത് ഒരു പോയിന്റാ. വിശാൽ അവളെ വീണ്ടും ജോലിക്കാരി ആക്കിയെങ്കിലും അവനോട് അവൾക്ക് അസ്ഥിക്ക് പിടിച്ച പ്രേമോ. മാത്രവുമല്ല, ഭർത്താവ് കൺകണ്ട ദൈവമാണെന്ന് വിശ്വസിക്കുന്ന തനി ലോക്കലോ അവള്. അങ്ങനെയുള്ള പെൺകുട്ടികൾ ഭർത്താവിന്റെ ക്ഷേമത്തിന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാവും. ആന്റിക്കും അങ്കിളിനും അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാം. പക്ഷേ വർക്കൗട്ട് ആയില്ലെങ്കിലോ? അത് ഇപ്പോ ഡിവോഴ്സ് പേപ്പറില് അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചാ പോരെ. ശരിയായ വഴി കൂടെ പോയതുകൊണ്ടാ അങ്കിളും ആന്റിയും തോറ്റുപോയത്. അങ്ങനെയല്ല വേണ്ടത്. അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു വഴിയെ കാണുന്നുള്ളൂ. നീയൊന്ന് തെളിച്ചു പറയുമോളെ. നീ എന്റെ ഏഞ്ചലല്ലേ, എന്റെ ജീവൻ രക്ഷിക്കുകയും എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സോൾവ് ചെയ്യാൻ വഴികൾ പറഞ്ഞു തരുന്ന എന്റെ മാലാഖ. ഇപ്പോഴും ഞാനൊരു പ്രശ്നത്തില്. സത്യം പറഞ്ഞ എനിക്കല്ല പ്രശ്നം. എന്റെ ഒരു മണ്ടൻ തീരുമാനം കാരണം പ്രശ്നത്തിലായിരിക്കുന്നത് പാർവതിയാ. ഡിവോഴ്സ് പേപ്പറിൽ പാർവതി ഒപ്പിട്ടാൽ ഞാനും ഒപ്പിടാന്ന് ഞാൻ അമ്മയോട് പറഞ്ഞുപോയി. അമ്മ ഇനിയും അവളുടെ നേർക്ക് തിരിയും. അമ്മയുടെ സ്വഭാവം ഏഞ്ചലിനറിയാലോ. അമ്മയുടെ മുന്നിൽ അവൾ എങ്ങനെയാ പിടിച്ചു നിൽക്കുക. പാർവതിയെ സഹായിക്കാൻ എനിക്ക് നേരിട്ട് ഇടപെടാനും കഴിയില്ല. നീ എന്തെങ്കിലും മിറക്കിൾ കാണിച്ച് അവളെ ഇതിൽ നിന്ന് രക്ഷിക്കണം. ദേ, നീ ഏഞ്ചലല്ലേ, നിനക്ക് കഴിയും. അതെ, എനിക്ക് ഓഫീസിൽ പോകാനുള്ളത്. നിന്നോട് സംസാരിച്ചിരുന്ന് വൈകി. ഞാൻ ഓഫീസിലേക്ക് പുറപ്പെട്ടതായിരുന്നു, ഇപ്പൊ തന്നെ വൈകി. ഞാനൊരു പേപ്പറിൽ സൈൻ ചെയ്യണമെന്ന് അങ്കിള് പറഞ്ഞു. ഈവനിങ്ങില് ഓഫീസിൽ നിന്ന് വന്ന ശേഷം സൈൻ ചെയ്താ പോരെ അമ്മേ? മോനെ, നല്ല കാര്യങ്ങളൊന്നും വെച്ച് വൈകിപ്പിക്കാൻ പാടില്ലെന്നല്ലേ? ഇതില് രണ്ട് ഒപ്പിടാൻ 5 മിനിറ്റ് പോലും വേണ്ടല്ലോ. ആ, ഇവിടെയും പിന്നെ ദാ ഇവിടെയും ഓരോ ഒപ്പ്, എന്നിട്ട് പോയിക്കോ. അല്ല, എന്താ ഇത്? മോനെ, ഡിവോഴ്സ് പെറ്റീഷൻ. ജാസ്മിന്റെ പപ്പയെ ഞാൻ വിളിച്ചിരുന്നു. മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ആയതുകൊണ്ട് ജഡ്ജിയെ കണ്ട് സംസാരിച്ച് വേഗത്തിൽ തീർത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ആദ്യം പാർവതി ഒപ്പിടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പാർവതി ഒപ്പിടട്ടെ, എന്നിട്ട് നോക്കാം. പാർവതി ഒപ്പിട്ടു. ദേ, കള്ളം പറയരുത്. ആ, ഞാൻ എന്തിനാടാ കള്ളം പറയുന്നേ?
അല്ലെങ്കിൽ തന്നെ ഒപ്പിടാതെ ഒപ്പിട്ടെന്ന് ഞാൻ കള്ളം പറഞ്ഞ കോടതി അത് സമ്മതിക്കും. രജനി നോക്ക്, ചേച്ചി കാണിച്ചു കൊടുക്കും പാർവതിയുടെ ഒപ്പ്. ദേ, അത് പാർവതിയുടെ ഒപ്പല്ലേ? മോനെ, അവൾക്ക് ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയാ മതിയെന്ന് തോന്നിയിട്ടുണ്ടാവും. എത്ര കാലമെന്ന് വെച്ചാ ഇവിടുത്തെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക. അതുകൊണ്ടായിരിക്കും മോനെ പ്രതാപൻ ഒപ്പിടാൻ ആവശ്യപ്പെട്ടപ്പോ ഒരക്ഷരം പോലും പറയാതെ ഒപ്പിട്ടത്. അയ്യോ, വിശാൽ സാറിന് സരളിച്ച് ചായ കൊടുത്തില്ലേ? അല്ല, അത് ഞാനങ്ങ് മറന്നുപോയതാ. സരളിച്ച് എന്ത് പണിയായി കാണിച്ചേ? അയ്യോ, ഇത് തണുത്തു പോയല്ലോ. തണുത്ത ചായ കൊടുത്താലേ വിശാൽ സാറിന്റെ വായിലിരിക്കുന്നത് മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. സാറ് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ലെന്നല്ലേ വിശാൽ സാർ വിചാരിക്കും? നില്ല്, അതിന് നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? ഒരു ചായ ഇടാൻ 5 മിനിറ്റ് പോരെ? മാറി നിക്ക്. അത് നീ മറന്നിട്ടില്ലല്ലോ. നിന്നെ മയക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അവക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു മടിയും കാണിക്കാതെ ഈ പേപ്പറിൽ അവൾ ഒപ്പിട്ടത്. ദേ, ഇനി നീ കൂടി ഒപ്പിട്ട നിന്റെ ജീവിതത്തിൽ നിന്ന് പാർവതി എന്നേക്കുമായി ഔട്ട്. എടാ, കാര്യങ്ങൾ ഞങ്ങൾ ഒരുവിധം കരയ്ക്ക് അടുപ്പിക്കുമ്പോഴാ നിന്റെ ഈ സെന്റിമെന്റ്സ്. എടാ, ഒപ്പിടടാ. വിശാൽ സാറേ, വിശാൽ സാറേ പോയോ? ചായ കുടിക്കാതെ പോവില്ലല്ലോ. ആന്റി, വിശാലിന് പാർവതിയോട് ഒരു സ്നേഹമില്ലെന്ന് പറഞ്ഞതുകൊണ്ടാ 2ാം വിവാഹമായിട്ടും വിശാലിനെ സ്വീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കണ്ടില്ലേ, അവളോട് വിശാലിന് സ്നേഹം തന്നെയാ. ആന്റി എന്നെ ചതിക്കായിരുന്നു. അയ്യോ മോളെ, കേട്ടില്ലേ ജാസ്മിൻ പറയുന്നത്? ഇവളെ ഞാൻ ചതിക്കുകയായിരുന്നു. എന്റെ മോന്റെ ജീവിതം നാനാവിധമായി പോകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. നഷ്ടപ്പെട്ടു പോയ നിന്റെ ജീവിതം തിരിച്ചു പിടിച്ചു തരണമെന്ന് ആഗ്രഹിച്ചു മോനെ. പാർവതിയേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന നിനക്ക് എന്തുകൊണ്ടും ചേരുന്ന ഒരു പെൺകുട്ടിയെ തന്നെ ഞാൻ കണ്ടുപിടിച്ചു. മോനെ, നീ അനുഭവിക്കുന്ന ധർമ്മ സങ്കടങ്ങൾ മുഴുവൻ ഞാൻ തുറന്നു പറഞ്ഞ് നിന്നെ സ്വീകരിക്കാമെന്ന് ജാസ്മിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു. എന്നിട്ട് ഞാനിപ്പോ ചതിക്കുകയായിരുന്നു. നീ കാരണമാ മോനെ അമ്മയ്ക്ക് ചീത്ത പേര് കേൾക്കേണ്ടി വന്നത്. വിശാൽ സാർ ആദ്യമായിട്ടൊരു ചായ ചോദിച്ചിട്ട് സാറിനത് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. സാർ എന്ത് വിചാരിച്ചു കാണും? വിശാലിന് ബന്ധം പിരിയാൻ താല്പര്യമില്ലെങ്കിൽ നിർബന്ധിക്കുന്നത് ശരിയല്ല ആന്റി. കെട്ടാപ്പെണ്ണായതുകൊണ്ടൊന്നുമല്ല ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. വിശാലിന്റെ കഥകൾ അറിഞ്ഞപ്പോ വിശാലിനോട് സഹതാപം തോന്നി. നേരിട്ട് കണ്ടപ്പോ ഇഷ്ടവും തോന്നി.
അടിച്ചിറക്കി വിട്ടതിന്റെ ദേഷ്യമായിരിക്കും അവനിപ്പോ എന്നോട്. നമ്മൾ 3 പേരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഒടുവിൽ പിടിക്കപ്പെട്ടപ്പോ കുറ്റം മുഴുവൻ അങ്കിളിന്റെ തലയിലായി. അങ്കിളിന് ദേഷ്യം വരാതിരിക്കൂ? ആ സമയത്ത് അതല്ലാതെ വേറെ എന്ത് വഴിയാ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്? അത് നിന്റെ ബുദ്ധിയാണെന്ന് ഞാൻ തുറന്നു പറയണമായിരുന്നോ? ഞാനത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും കൂടി നിന്നെ തൂക്കിയെടുത്ത് പുറത്തു കളയുമായിരുന്നു. അങ്കിളിനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം ആന്റി. അങ്കിൾ ഇവിടെ ഉള്ളത് നമുക്കൊരു ബലോ. അത് പിന്നെ എനിക്കറിയില്ലേ മോളെ. എന്റെ ബലവും ധൈര്യവും വലം കൈയും പ്രതാപനാണ്. ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനോട് ഞാൻ എങ്ങനെ സംസാരിക്കാനാ? അത് ഞാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി കാണിച്ച നാടകമാണെന്ന് അവൻ മനസ്സിലാക്കണമായിരുന്നു. പിടിക്കപ്പെടുമെന്നുള്ള ഘട്ടം വന്നപ്പോ അറിഞ്ഞുകൊണ്ട് വിഷമെടുത്ത് കുടിച്ചവളാണ് ഞാൻ. എന്റെ ജീവൻ വെച്ചാ ഞാൻ കളിച്ചത്. അവന് ഒരടി കൊള്ളേണ്ടി വന്നെന്നല്ലേ ഉള്ളൂ. ഉദ്ദേശിച്ച സ്ഥലത്ത് കാര്യങ്ങൾ എത്തിക്കാൻ പലതും സഹിക്കേണ്ടി വരുമെന്ന് അവൻ ഓർക്കണമായിരുന്നു. ആന്റി, നീ ടെൻഷൻ അടിക്കണ്ട മോളെ. അവന്റെ ഫോൺ എപ്പോഴെങ്കിലും ഓൺ ആവുമല്ലോ. എന്റെ അനിയനല്ലേ, ഞാൻ വിളിച്ച അവൻ തിരിച്ചു വരും. പക്ഷെ എന്റെ ടെൻഷൻ അതൊന്നും അല്ല ആന്റി. പാർവതി ഒഴിവാക്കാൻ വിശാലിന് ശരിക്കും ആഗ്രഹമുണ്ടോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? അവളെ ഒഴിവാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവളെ കൊണ്ട് എങ്ങനെ ഒപ്പിടുവിപ്പിച്ചു എന്ന് വിശാൽ ആലോചിക്കുമായിരുന്നോ? അവൾ ഒപ്പിട്ടതില് സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്? വിശാല് പാർവതിയെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചത്? അതാണോ കാര്യം? അവനും അതെ, ഗോപിയേട്ടനും അതെ. സമൂഹത്തിന് മുന്നില് തല താഴ്ത്തി നിൽക്കാൻ ഇടവരരുതെന്ന് ചിന്തിക്കുന്നവരാ. തന്നെ ചതിച്ചതാണെന്ന് പാർവതി ആരോടെങ്കിലും പറഞ്ഞ വിശാലിനത് കുറച്ചില്ലല്ലേ മോളെ. അതുകൊണ്ടാ അവൻ ചൂടായത്. അല്ലാതെ പാർവതിയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. നല്ലൊരു പ്ലാൻ ആയിരുന്നു. വിശാല് കൂടി നമ്മുടെ കൂടെ നിന്നിരുന്നെങ്കിലേ അവളിപ്പോ പെട്ടി പാക്ക് ചെയ്തേനെ. സാരില്ലേ, പാർവതിയെ കൊണ്ട് ഞാൻ സൈൻ ചെയ്യിപ്പിച്ചി. നീ പോയി തൊഴുതിട്ട് വാ. വിശാൽ സാർ വരുന്നില്ലേ? ഞാൻ ക്ഷേത്രത്തിലൊന്നും പോകാറില്ലെന്ന് നിനക്കറിയില്ലേ? ഒരിക്കൽ പോയിട്ടുണ്ടല്ലോ. പോയി തൊഴുക മാത്രമല്ല, സ്വന്തം കൈകൊണ്ട് പൂജയും ചെയ്തിട്ടുണ്ട്. അതും തീക്കനലിലൂടെയൊക്കെ നടന്നുകൊണ്ട്. മറന്നുപോയോ? അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നി. അന്നത്തെ പോലെയല്ലല്ലോ ഇപ്പോ. ഇവിടെ വരെ വന്നിട്ട് കയറി തൊഴുതില്ലെങ്കിൽ അത് മോശം. വാ, വിശ്വാസമില്ലെങ്കിൽ വേണ്ട, എന്റെ കൂടെ വന്നാ മതി. ശരി. ദേവി, എന്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന കുറച്ചു പേർ ആ വീട്ടിലുണ്ട്. പക്ഷെ ആ വിഷമങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവർ ആ കൂട്ടത്തിലില്ല. ഞാൻ പൊരുതി നിൽക്കണമെന്ന് ഉപദേശിക്കാൻ മാത്രമേ അവർക്ക് കഴിയുന്നുള്ളൂ. അമ്മയും പ്രതാപൻ സാറും ജാസ്മിനും ഒക്കെ എന്തും ചെയ്യാൻ കഴിവുള്ളവരാ. അവരോട് ആരും സഹായത്തിനില്ലാത്ത ഈ പെണ്ണ് എങ്ങനെ പൊരുതി നിൽക്കാനാ? പേടിച്ചുകൊണ്ടാ ഞാനിപ്പോ ജീവിക്കുന്നത്. എന്റെ ഭർത്താവിനെ ജാസ്മിൻ തട്ടിയെടുക്കുമോ എന്നുള്ള പേടി. അമ്മയും പ്രതാപൻ സാറും
അദ്ദേഹത്തിന്റെ ജീവൻ ഇല്ലാതാകുമോ എന്നുള്ള പേടി. ഈശ്വരന്മാരല്ലാതെ സഹായം ചോദിച്ചു ചെല്ലാൻ എനിക്ക് വേറെ ആരുമില്ല. എന്റെ മരണം വരെ ഈ താലി എന്റെ കഴുത്തി കിടക്കാനുള്ള ഭാഗ്യം തന്ന അമ്മ എന്നെ അനുഗ്രഹിക്കണം. എന്റെ കണ്ണടയുന്നത് വരെ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഭാഗ്യം തന്ന് എന്നെ അനുഗ്രഹിക്കണം. ആരും സഹായത്തിനില്ലാത്ത ഈ പെണ്ണിനെ കൈവിടല്ലേ എന്റെ ദേവി. ഇത് ഞാൻ കഴുത്തിലണിഞ്ഞാൽ എന്റെ താലിക്കും അദ്ദേഹത്തിന്റെ ജീവനും ദേവി കാവലുണ്ടാവുന്ന അവിടെ കണ്ടൊരു സ്വാമിനി പറഞ്ഞത്. ഒറ്റ നോട്ടത്തിൽ തന്നെ എന്റെ മനസ്സിലെ സങ്കടങ്ങൾ മനസ്സിലാക്കിയ ആ സ്വാമിനിയെ ഞാൻ വിശ്വസിക്കുന്നു. കൂടെ ഉണ്ടാവണേ ജഗദീശ്വരി. വിശാലിന്റെ മനസ്സിൽ എവിടെയോ പാർവതിയോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതവളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല, സഹതാപം കൊണ്ടായിരിക്കും. പക്ഷേ ആ സഹതാപം ഒരു പ്രശ്നമാണല്ലോ. മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത പാർവതിയെ മാത്രമല്ല, ജീവിതത്തിൽ ഇനിയൊരു പെണ്ണേ വേണ്ടെന്ന തീരുമാനത്തിൽ അയാൾ എത്തിയേക്കും. ആള് ജെന്റിൽമാനൊക്കെയാ. എത്ര ജെന്റിൽമാൻ ആണെങ്കിലും ഒരു പുരുഷനല്ലേ. ഞാനാണെങ്കി കാണാൻ തരക്കേടില്ലാത്തൊരു പെൺകുട്ടി. അയാളെ പ്രസാദിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. നീ എന്താ പറഞ്ഞത്? ഞാൻ എന്തു പറഞ്ഞാലും നടത്തി തരുമെന്ന് നിങ്ങൾ സത്യം ചെയ്തിട്ടുണ്ട്. സത്യം ചെയ്താൽ പാലിക്കണമെന്ന് നിർബന്ധമുള്ള ആളല്ലേ. എനിക്ക് തന്ന സത്യവും പാലിക്കണം. നിങ്ങൾ വേറൊരു വിവാഹം കഴിക്കണം. എല്ലാ സത്യങ്ങളും പാലിക്കാൻ ഞാൻ ഹരിചന്ദ്രനൊന്നുമല്ല. ഇന്നത്തെ ദിവസം എന്റെ സന്തോഷത്തിന് വേണ്ടി നീക്കി വെച്ചിരിക്കല്ലേ. വേറൊരു വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് നിങ്ങൾ പറയുന്നത് കേട്ടാലേ എനിക്ക് സന്തോഷാവൂ. എന്റെ വിവാഹം കഴിഞ്ഞതാ. അവളെ ഉപേക്ഷിച്ച് വേറൊരു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് തൽക്കാലം ഞാൻ ചിന്തിക്കുന്നേയില്ല. നിങ്ങളുടെ നിലവിലുള്ള ഭാര്യ നിങ്ങൾക്ക് ചേർന്നതല്ല. പാർവതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ട്. നിങ്ങൾ സ്വപ്നം കണ്ടൊരു ജീവിതം അബദ്ധത്തിൽ നിങ്ങളുടെ തലയിലായി പോയ ഈ പെണ്ണിൽ നിന്നും
നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചേ പറ്റൂ. എനിക്ക് മനസ്സിലെങ്കിലും നീ ഒന്ന് കാറി കയറ. ഇല്ല, സമ്മതമാണെന്ന് നിങ്ങൾ പറയാതെ ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. എന്നാ എനിക്കൊന്ന് ആലോചിക്കണം. നിങ്ങൾ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. പക്ഷേ നിങ്ങളുടെ തീരുമാനം എന്ത് തന്നെ ആയാലും എന്റെ തീരുമാനം ഞാൻ പറയാം. നിങ്ങളുടെ ഭാര്യയായി ഇനി ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മനസ്സിലായി. ഇത്രയും നാള് ഞാൻ നിന്നെ അവഗണിച്ചതില് നീ എന്നോട് പ്രതികാരം ചെയ്യാണല്ലേ? നിന്റെ മുമ്പിലെ തൊഴുതു നിൽക്കാനൊന്നും ഈ വിശാലിനെ കിട്ടില്ല. മനസ്സിലായില്ല അല്ലേ? ഇങ്ങ് വാ. മോളെ, ഞാൻ പറഞ്ഞുതരാം. ഒരു സാരി കാണിച്ച് എന്നെ ആർക്കും പ്രലോഭിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്റെ വാർഡ്രോബിൽ 100 കണക്കിന് സാരികളാ ഉള്ളത്. അതുപോലെ ഗോപിയേട്ടനെ 1 ലക്ഷം രൂപ കാണിച്ച് ആർക്കും പാട്ടിലാക്കാൻ കഴിയില്ല. കാരണം ചോര നീരാക്കി സമ്പാദിച്ച കോടികളുണ്ട് അദ്ദേഹത്തിന്റെ കയ്യില്. ഞങ്ങളെ സ്വാധീനിക്കണമെങ്കിൽ ഞങ്ങളുടെ വീക്ക്നെസ് അറിയണം. മനസ്സിലായി ആന്റി. വിശാലിന്റെ വീക്ക്നെസ് അറിഞ്ഞു വേണം ഇനി ഞാൻ കരുക്കൾ നീക്കേണ്ടത്, അല്ലേ ആന്റി? ആ ഒരു വഴിയേ ഉള്ളൂ നിനക്ക്. ഒരാളുടെ വീക്ക്നെസ് അറിയണമെങ്കിൽ അയാളുമായിട്ട് അടുത്തിടപഴകണം. വിശാലുമായിട്ട് അടുത്തിടപഴകാനുള്ള സാഹചര്യം നീയായിട്ടുണ്ടാക്കണം. ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നീ ലക്ഷ്യത്തിൽ പെട്ടെന്ന് എത്തിച്ചേരും. തിടുക്കം കാണിക്കണ്ട. എന്നാ കൂടുതൽ വൈകിപ്പിക്കാനും പാടില്ല. ഞാൻ പറയുന്നത് നോക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഹലോ. ആ, എന്റെ വിശാലെ, തുറന്നു പറയുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഗായത്രി വില്ലയില് മനസമാധാനത്തോടെ ജീവിക്കുന്ന ഒരൊറ്റ മനുഷ്യയില്ല. കുശുമ്പ്, പക, സങ്കടം, ചാതി, നിസ്സഹായത, ഇതെല്ലാം കൂടെ ഒറ്റ മേൽക്കൂരയ്ക്ക് കീഴെ പൊരുത്തി തുടങ്ങിയിരിക്കുക. ആരെയും ശല്യം ചെയ്യാതെ പാറി പറന്ന് നടന്ന തത്തെ വരെ പിടിച്ച് കൂട്ടിലാക്കിയില്ലേ? മനസമാധാനം കിട്ടുന്ന ഒരു സ്ഥലം അന്വേഷിച്ച് പോവാ ഞാൻ. അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചാലേ എന്നോടും കൂടെ പറയാ. ഞാനും വരാം. എനിക്കും വേണം കുറച്ച് മനസ്സമാധാനം. എന്ത് ചെയ്യണം? പാർവതിയെ ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്നായിരുന്നല്ലോ നിന്റെ പരാതി. ശരിയാ, ഞാൻ അവളെ അവഗണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ അവളെ അറിയാൻ ശ്രമിക്കുമ്പോ അവൾ അകലും പോലെയാ. എന്താ ഇപ്പൊ അങ്ങനെ തോന്നേ? അവളൊന്നും പറഞ്ഞോ? അങ്ങനെയല്ല അവള് പറഞ്ഞത്. പിന്നെ ഞാൻ വേറൊരു വിവാഹം കഴിക്കണമെന്ന് അവള് ഇന്ന് എന്നോട് പറഞ്ഞു. പാർവതി ഒരിക്കലും അങ്ങനെ പറയില്ല. അവൾക്ക് നിന്നോടുള്ള സ്നേഹം എനിക്കറിയില്ലേ. അവളെ കഷ്ടപ്പാടുകൾ മുഴുവൻ സഹിക്കുന്നത് നിന്നെ ഓർത്തിട്ടാ. ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? നീ കള്ളം പറയണമെന്ന് ഞാൻ പറഞ്ഞോ? അവളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ കഴിവുള്ളവര് ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അല്ലടാ, വീട്ടിൽ വെച്ചല്ല അവള് പറഞ്ഞത്, ക്ഷേത്രത്തിൽ വെച്ച. ക്ഷേത്രത്തിൽ വെച്ചോ? അതിന് നിങ്ങൾ രണ്ടുപേരും കൂടി ക്ഷേത്രത്തിൽ പോയോ? അവളെ ഒറ്റയ്ക്ക് പോകാൻ ഇറങ്ങിയത് ഞാൻ സഹായിച്ചതാ. അവിടെ എത്തുന്നത് വരെ അവള് ഹാപ്പി ആയിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയ ആളല്ല തിരിച്ചു വന്നത്. അപ്പോ ക്ഷേത്രത്തിൽ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ വെച്ച് എന്ത് സംഭവിക്കാൻ? ഞാനൊന്ന് താണുകൊടുത്തപ്പോ അവള് പഴയ കണക്കുകൾ തീർത്തതായിരിക്കും. വേറൊരു വിവാഹം കഴിക്കാൻ അവള് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ എന്റെ മനസ്സൊന്ന് ആടിപ്പോയടാ. അല്ല, നീ ഇപ്പൊ എന്ത് ചെയ്യാനുള്ള പരിപാടിയാ? അവൾക്ക് ഞാൻ വേറൊരു വിവാഹം കഴിക്കണമെന്നല്ലേ അവളുടെ ആഗ്രഹമേ ഞാൻ സാധിച്ചു കൊടുത്തേക്കാം. എടാ, നീ എടുത്തയാട് തീരുമാനം എടുത്തേക്കല്ലേ.
അതിലാദ്യത്തേത് അന്നം തരുന്നവര് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ളതാ. ഞങ്ങൾ പറയുന്നത് മുഴുവൻ നീ അനുസരിക്കാറുണ്ടോ? ദേ നോക്ക്, ചോദിക്കുന്നതിന് വാ തുറന്ന് മറുപടി പറയണം. ഞാൻ പറയുന്നത് മുഴുവൻ നീ അനുസരിക്കാറുണ്ടോന്ന്. അമ്മയോട് മാത്രമല്ല, ആരോടും ഞാൻ ഇതുവരെ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. എന്നിട്ടോ ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിടാൻ പറഞ്ഞിട്ട് നീ ഒപ്പിട്ടോ? എനിക്ക് മറുപടി വേണം. ഞാൻ ഒപ്പിട്ടില്ല. അതനുസരണക്കേടല്ലേ? വീട്ടുജോലിക്കാരികള് പറയുന്ന പണിയും ചെയ്ത് ആ വീട്ടിനകത്തിരിക്കണം. വീട്ടിലെ ആണുങ്ങളുടെ കൂടെ കൊച്ചമ്മ ചമഞ്ഞ് കാറിൽ കയറി പോകാൻ പാടില്ല. അതാണ് ജോലിക്കാരികൾ പാലിക്കേണ്ട മറ്റൊരു നിയമം. ആ നിയമവും നീ തെറ്റിച്ചു. നീ എനിക്കൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? മറ്റുള്ളവര് തലയിലെടുത്ത് വെച്ച് നടക്കുന്നതിന്റെ ധൈര്യത്തില് എന്നെ ധിക്കരിക്കല്ലേ നീ ചെയ്തത്? ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല അമ്മ. ഞാൻ ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങിയതാ. എനിക്ക് വഴി അറിയാത്തതുകൊണ്ട് കൊണ്ടുവിടാന്ന് വിശാൽ സാർ പറഞ്ഞത്. അല്ലാതെ അമ്മ കരുതുന്ന പോലെ ഞാൻ അമ്മയെ ധിക്കരിച്ചിട്ടൊന്നുമില്ല. നിന്റെ ഈ അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട. വിശാല് നിന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞത് ഇത്രയും കാലം നിന്നെ വെറുപ്പോടെ കണ്ടിരുന്ന അവന് പെട്ടെന്ന് നിന്നോടൊരു സഹതാപം. അവന്റെ മുന്നില് നീ അവന്റെ രക്ഷകനായി അസലായിട്ടങ്ങ് അഭിനയിക്കില്ലേ? അവന് സഹതാപം തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അതിലെന്താ തെറ്റ്? അവനെ പറ്റിക്കാൻ നിനക്ക് കഴിയും, പക്ഷേ അവനെ വശീകരിക്കാൻ നിനക്ക് കഴിയില്ല. അതിന് ഈ പ്രഭാവതി ഇല്ലാതാവണം. പേടിക്കണ്ട അമ്മ, അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. എനിക്കൊരു കുടുംബജീവിതം വിധിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. ആയുസ് ഒടുങ്ങുന്നത് വരെ അടുക്കളയിൽ കിടക്കാനാ എന്റെ വിധി. ഒരു നിയമവും ഞാൻ തെറ്റിക്കില്ല. എനിക്ക് വേണ്ടി ആരും പെണ്ണന്വേഷിക്കണമേ. എനിക്ക് ചേർന്ന പെണ്ണിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. നിങ്ങളെല്ലാരും കൂടി അത് നടത്തി തന്നാ മതി. എല്ലാരും ഒന്ന് ഞാൻ പറഞ്ഞത് നിന്നെയും കൂടി ഉദ്ദേശിച്ച. എന്റെ വിവാഹം ഭംഗിയായിട്ട് നടത്തി തരേണ്ടത് നിന്റെയും കൂടി കടമയല്ലേ? ആദ്യ അവസാനമേ നീ മുമ്പിലുണ്ടാവണം. സമ്മതമാണെങ്കിൽ എന്റെ കയ്യിൽ കൈവച്ച് പറയണം. സമ്മതം. ഇദ്ദേഹത്തിന് എന്നോട് ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ഒരുമിക്കാൻ പാടില്ലെന്ന ദൈവനിശ്ചയം. എനിക്ക് മാപ്പ് തരണം.